ഇൻഫോടെയിൻമെന്റിലേക്ക് തിരികെ സ്വാഗതം. പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കൗതുകകരവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വശമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആര്യന്മാരും ദ്രാവിഡരും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്കാരും ഉത്തരേന്ത്യക്കാരും എന്ന് നമുക്ക് ഇന്ന് അറിയാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പരിണാമം മനസ്സിലാക്കുന്നതിൽ ഈ വിഷയം ഒരു മൂലക്കല്ലാണ്. ആര്യൻ എന്ന പദം ഉദ്ഭവിച്ചത് ആര്യ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്, അതായത് മാന്യൻ. ചരിത്രപരമായി ബിസി 1500 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കുടിയേറിയ ഇന്തോ യൂറോപ്യൻ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ആര്യന്മാർ എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ മൈഗ്രേഷൻ സിദ്ധാന്തം ഭാഷാപരവും പുരാവസ്തുശാസ്ത്രപരവും വാചകപരവുമായ തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആര്യന്മാർ അവരുടെ ഭാഷയായ സംസ്കൃതം കൊണ്ടുവന്നു. അത് പല ആധുനിക ഇന്ത്യൻ ഭാഷകളുടെയും മൂലരൂപമാണ്. ദ്രാവിഡർക്ക് ആമുഖം. മറുവശത്ത്, ദ്രാവിഡർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ യഥാർത്ഥ നിവാസികളായി കണക്കാക്കപ്പെടുന്നു. അവരുടെ വേരുകൾ ബിസി 2500 തഴച്ചുവളർന്ന സിന്ധുനദീത സംസ്കാരത്തിൽ നിന്നാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിവയുൾപ്പെടെ ഇന്ന് ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ ഭാഷകൾ പ്രാഥമികമായി സംസാരിക്കുന്നു. വിപുലമായ നഗര ആസൂത്രണം, വാസ്തുവിദ്യ, വ്യാപാര ശൃംഖലകൾ എന്നിവയുള്ള സമ്പന്നമായ ഒരു സംസ്കാരം ദ്രാവിഡർക്ക് ഉണ്ടായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിലെ ഹാരപ്പ, മോഹൻജൊദാരോ തുടങ്ങിയ നഗരങ്ങൾ അവരുടെ ചാതുര്യത്തിന്റെ പ്രധാന ഉദാഹരണങ്ങളാണ്. ആര്യൻ ശാരീരിക സവിശേഷതകൾ. പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഭൗതിക വിവരണങ്ങളും പിൽക്കാല വ്യാഖ്യാനങ്ങളും പലപ്പോഴും ആര്യന്മാരെ ഇളം ചർമ്മവും മൂർച്ചയുള്ള മുഖ സവിശേഷതകളും ഉയരമുള്ളവരുമായി ചിത്രീകരിക്കുന്നു. വൈദിക ശ്ലോകങ്ങളിൽ നിന്നും മറ്റ് സാഹിത്യ സ്രോതസ്സുകളിൽ നിന്നും ഈ സവിശേഷതകൾ അനുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ വിവരണങ്ങളെ ജാഗ്രതയോടെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്, കാരണം അവ സാംസ്കാരിക പക്ഷപാതങ്ങളെയും കാവ്യ അലങ്കാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ദ്രാവിഡ ഭൗതിക സവിശേഷതകൾ. ആര്യന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദ്രാവിഡന്മാരെ സാധാരണയായി വിശേഷിപ്പിക്കുന്നത് ഇരുണ്ട ചർമ്മ ടോണുകളും വിശാലമായ മുഖ സവിശേഷതകളും ഉയരം കുറഞ്ഞവരുമാണ്. ഈ വിവരണങ്ങൾ പുരാതന ഗ്രന്ഥങ്ങളിൽ നിന്നും നരവംശാസ്ത്ര പഠനങ്ങളിൽ നിന്നുമാണ് വരുന്നത്. എന്നിരുന്നാലും ആര്യന്മാരെ പോലെ ദ്രാവിഡ ജനസംഖ്യയിലെ വൈവിധ്യം തിരിച്ചറിയുകയും അമിതമായ പൊതുവൽക്കരണം ഒഴിവാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ആര്യൻ ദേവതകൾ. ആര്യന്മാർ കൂടുതലും വൈഷ്ണവ, ശാക്തേ, ശൈവ ദേവതകളെ ആരാധിച്ചിരുന്നു. അവരിൽ പ്രമുഖർ ദേവന്മാരുടെ രാജാവും ഇടിമുഴക്കത്തിന്റെയും യുദ്ധത്തിന്റെയും ദേവനുമായ ഇന്ദ്രനായിരുന്നു. അഗ്നിദേവനും മനുഷ്യർക്കും ദൈവങ്ങൾക്കും ഇടയിലുള്ള മധ്യസ്ഥനും ജലത്തിന്റെയും പ്രപഞ്ചക്രമത്തിന്റെയും ദേവനായ വരുണനും. വേദങ്ങളിൽ വിവരിച്ചിരിക്കുന്ന വിപുലമായ ആചാരങ്ങളിലൂടെയും യാഗങ്ങളിലൂടെയും ഈ ദേവതകൾ പൂജിക്കപ്പെട്ടു. ദ്രാവിഡ ദേവതകൾ. ദ്രാവിഡർ പ്രധാനമായും ശൈവ, ശക്തി, വൈഷ്ണവ രൂപങ്ങളെ ആരാധിച്ചിരുന്നു. ഇവരിൽ പ്രമുഖർ യുദ്ധത്തിന്റെയും വിജയത്തിന്റെയും ദേവനായ മുരുകനായിരുന്നു. ശിവൻ, മാരിയമ്മൻ തുടങ്ങിയ ദേവതകൾ, മറ്റ് ശാക്തായ ദേവതകൾ, കൃഷ്ണൻ തുടങ്ങിയ വൈഷ്ണവ ദേവതകൾ. ഈ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ദക്ഷിണേന്ത്യയിൽ ഉടനീളം കാണാം. ഇത് ദീർഘകാല ആരാധനാ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആര്യദ്രാവിഡ ഇടപെടൽ. ആര്യന്മാരും ദ്രാവിഡരും തമ്മിലുള്ള ഇടപെടൽ വിപുലമായ പഠനത്തിനും സംവാദത്തിനും വിഷയമാണ്. ചില സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ആര്യന്മാർ ക്രമേണ ഉപഭൂഖണ്ഡത്തിലേക്ക് കുടിയേറുകയും ദ്രാവിഡ ജനസംഖ്യയുമായി ഇടകലുകയും ചെയ്തു. ഈ ഇടപെടൽ ഗണ്യമായ സാംസ്കാരിക വിനിമയത്തിലേക്ക് നയിച്ചു. പാരമ്പര്യങ്ങളുടെയും ഭാഷകളുടെയും മതപരമായ ആചാരങ്ങളുടെയും സമന്വയത്തിന് കാരണമായി. ആര്യൻ കുടിയേറ്റ സിദ്ധാന്തം സംഘർഷത്തിന്റെയും സ്വാംശീകരണത്തിന്റെയും ഒരു കാലഘട്ടത്തെ നിർദ്ദേശിക്കുമ്പോൾ ഈ ഇടപെടൽ സങ്കീർണവും ബഹുമുഖവുമായിരുന്നുവെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. തത്ഫലമായുണ്ടാകുന്ന സാംസ്കാരിക സംയോജനം ഇന്ത്യയുടെ സാമൂഹികവും ഭാഷാപരവും മതപരവുമായ ഭൂപ്രകൃതിയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആധുനിക കാഴ്ചപ്പാടുകളും സംവാദങ്ങളും. സമകാലിക കാലത്ത് ആര്യദ്രാവിഡ വിഭജനം പലപ്പോഴും രാഷ്ട്രീയവും സാമൂഹികവുമായ വ്യവഹാരത്തിന്റെ വിഷയമാണ്. ചില പണ്ഡിതന്മാർ അധിനിവേശ സിദ്ധാന്തത്തിനെതിരെ വാദിക്കുന്നു, കൂടുതൽ ക്രമാനുഗതവും സമാധാനപരവുമായ കുടിയേറ്റം നിർദ്ദേശിക്കുന്നു. മറ്റു ചിലർ ജനിതക പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് സഹസ്രാബ്ദങ്ങളിലൂടെയുള്ള പൂർവികരുടെയും കുടിയേറ്റങ്ങളുടെയും സങ്കീർണമായ ഒരു വെബ് വെളിപ്പെടുത്തുന്നു. ഇന്ത്യയുടെ പൈതൃകത്തിന്റെ വൈവിധ്യവും സമ്പന്നതയും അംഗീകരിച്ചുകൊണ്ട് തുറന്ന മനസ്സോടെയും വിമർശനാത്മക വീക്ഷണത്തോടെയും ഈ വിഷയത്തെ സമീപിക്കേണ്ടത് പ്രധാനമാണ്. ഉപസംഹാരം. ആര്യൻ, ദ്രാവിഡ ആഖ്യാനങ്ങൾ ഇന്ത്യയുടെ ഭൂതകാലത്തെ മനസ്സിലാക്കുന്നതിന് അവിഭാജ്യമാണ്. ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ വിവിധ സംസ്കാരങ്ങളുടെ സംഗമസ്ഥാനത്തെ അവ പ്രതിനിധീകരിക്കുന്നു. ഈ പുരാതന ജനങ്ങളെ പഠിക്കുന്നതിലൂടെ ആധുനിക ഇന്ത്യൻ സമൂഹത്തിന്റെ അടിത്തറയിലേക്ക് നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കും. ഇൻഫോടെയിൻമെന്റ് കണ്ടതിന് നന്ദി.
ഈ വീഡിയോ വിജ്ഞാനപ്രദമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ കൂടുതൽ ചരിത്രത്തിനായുള്ള ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകളും ചോദ്യങ്ങളും ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തുക. നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.